വിഷയത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി കമൽ ചേരുകയാണ്. ആദ്യം കമൽ, ആ സംഭവത്തിൻ്റെ ഭീതിതമായ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു കേരളം ഞെട്ടിപ്പോയതെന്ന്. ഒരു വീടിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുന്ന ആളുകളുടെ പിറകെ ആന കുതിച്ചെത്തി ഒരാളെ ചവിട്ടി അരയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഭീകര അവസ്ഥയും നമുക്ക് കൺമുമ്പിൽ കാണാമായിരുന്നു. വയനാടിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ മരണങ്ങൾ ഉണ്ടാവുന്നത് പുതിയ കഥയല്ല. അത് കൂടിക്കൂടി വരുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യത്തെ വയനാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുകയുമാണ്. വലിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ വിവരിക്കാമോ? അഭിലാഷ്, ഈ നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെ വിഷയം മാനന്തവാടിയിൽ ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനംവകുപ്പ് അധികൃതർ തന്നെയാണ് പറഞ്ഞത്, സമാനമായ രീതിയിൽ കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു മോഴയാന കൂടി വയനാടൻ കാടുകളിലേക്ക് കടന്നിരിക്കുന്നു, അതിനെ നിരീക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിൻ്റെ പിന്നീട് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് ഈ ആന ഈ കുറുവദ്വീപിനടുത്ത് കൂടൽക്കടവ് മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. പുലർച്ചെ ഒരു 4 മണിയോടെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ മോഴയാന, റേഡിയോ കോളർ ധരിച്ച മോഴയാന ഇറങ്ങിയിരിക്കുന്നു. അത് മാനന്തവാടി നഗരത്തിന് ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് വള്ളിയൂർക്കാവിനടുത്ത് കൊയിലേരി, താന്നിങ്കൽ തുടങ്ങിയ പ്രദേശത്തൊക്കെ ഈ ആനയുടെ സാന്നിധ്യമുണ്ട്, വനംവകുപ്പ് പിന്നാലെയുണ്ട് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പുലർച്ചെ 4:30 ചിലർക്കെങ്കിലും ലഭിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പുകളോ മൈക്ക് അനൗൺസ്മെന്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ആ പ്രദേശത്ത് നിന്ന് ആന പയ്യമ്പള്ളി മേഖലയിലൂടെ കുറുവദ്വീപിനടുത്തേക്ക് വീണ്ടും നീങ്ങുന്നു. അപ്പോൾ ഏതാണ്ട് ആന വനത്തിനടുത്തേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ് ഒരു 7 മണിയോടെ ഉണ്ടാകുന്നത്. ഒരു 10 മിനിറ്റ് കൂടി സഞ്ചരിച്ചിരുന്നെങ്കിൽ ആന വനത്തിലെത്തിയനെ എന്നുള്ള ഒരു സമയത്താണ് പെട്ടെന്ന് ആ ദിശയിൽ പോയ ആന ദിശ മാറി റോട്ടിലേക്ക് കയറുന്നത്. ആ റോട്ടിൽ നിന്നിരുന്ന അജീഷിനും മറ്റാളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. അജീഷിനെ പിന്തുടർന്ന് ആ സ്റ്റെപ്പ്, വളരെ ഒരാൾക്ക് മാത്രം കയറിപ്പോകാവുന്ന സ്റ്റെപ്പുകൾ കയറി ഗേറ്റ് തകർത്ത് അജീഷിനെ ആ രീതിയിൽ ആക്രമിക്കുന്നത്. അഭിലാഷ് പറഞ്ഞതുപോലെ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. ആനയുടെയും കടുവയുടെയും ആക്രമണത്തിലൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭീതിതമായ ഒരു ദൃശ്യങ്ങൾ നമ്മുടെ ആരുടെയും ഓർമ്മയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം ആന പിന്തുടർന്ന് സ്റ്റെപ്പുകൾ കയറി ഗേറ്റ് തകർത്ത ഒരാളുടെ പിന്നാലെ പോയി അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് മുൻപൊന്നും ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അഭിലാഷ് പറഞ്ഞതുപോലെ ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് കേരളത്തെ ഞെട്ടിച്ചത്. കാരണം വന്യജീവി, ഇത്തരത്തിൽ ഒരു മനുഷ്യനെ പിന്തുടർന്നൊരു വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്, വനത്തോട് ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് വയനാട്ടിൽ. അവർക്കൊക്കെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം ഈ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അവിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പോലും സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. മാനന്തവാടി നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ആ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തി റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ചെയ്തു. ജില്ലാ കളക്ടറും SP-യും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു. പലരും ജില്ലാ പോലീസ് മേധാവിയൊക്കെ നടന്നാണ് ഈ ഓഫീസുകളിലേക്കൊക്കെ എത്തിയത്. വാഹനം ആളുകൾ തടഞ്ഞിട്ടു. ഉച്ചയ്ക്ക് ശേഷം ചർച്ച തുടങ്ങി. പക്ഷേ ചർച്ച അനന്തമായി നീണ്ടപ്പോൾ വീണ്ടും പ്രതിഷേധമുയർന്നു. ഒടുവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉറപ്പുകൾ കിട്ടിയപ്പോഴാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. എന്താണെങ്കിലും ഈ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആളുകളുടെ ഉറപ്പ് ലഭിച്ചു. ഈ പടമലയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് അജീഷിൻ്റെ വീടിന് സമീപത്താണ്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മളോട് ചേരുന്നുണ്ട്. രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു. എന്താ സംഭവിച്ചേ? എൻ്റെ കയ്യിൽ നിന്ന് ആൾ മരിച്ചത്. നിങ്ങളാണ് എടുത്തുകൊണ്ട് പോയത് ഫോറസ്റ്റ് വണ്ടിയിൽ. വനംവകുപ്പുകാർ വന്ന് എടുക്കുന്നു. അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ട്? ഞാനും ഉണ്ടായിരുന്നു. ഞാനും ചൊള്ളാപ്പടി ജോർജിൻ്റെ നിർമ്മൽ, ഞങ്ങൾ 2 പേരാണ് കൊണ്ടുവന്നത്. ഞാനീ പറഞ്ഞതുപോലെ ആനയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരാളെ പിന്തുടർന്നിട്ട് ആന പോകുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ഇതിൽ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചൊള്ളാപ്പടി ജോർജിൻ്റെ മോനെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് സ്ട്രെച്ചറിൽ കടത്തി അവർ വണ്ടി തിരിച്ച് പോകുമല്ലാതെ അവിടെ കാഷ്വാലിറ്റിക്ക് തള്ളിക്കയറ്റാനോ ഒന്നും ചെയ്യാനുള്ള ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. ഈ ഒരു ചെറിയ മോനാണ് അവിടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കാഷ്വാലിറ്റിക്ക് കയറാനുള്ള. എൻ്റെ ഈ ചങ്കിൻ്റെ ഇവിടം തുടങ്ങിയിട്ട് ഫുള്ള് ബ്ലഡായിരുന്നു. അല്ല, ഈ സംഭവം നടക്കുമ്പോഴേ ചേട്ടൻ അവിടെ ഉണ്ടോ? ഇത് അറിഞ്ഞിട്ട് ഇവിടുന്ന് എൻ്റെ ആന ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എന്നെ ഓടിച്ചു. എന്നിട്ട് അതിൻ്റെ പുറകെ ഞങ്ങൾ പോകുന്നത്. ചെല്ലുമ്പോഴാണ് ആന അജീനെ വീഴിക്കുന്ന കാണുന്നത്. ഈ നമ്മുടെ ഇപ്പോൾ ഈ കുറുവേൻ്റെ പരിസരം, ചാലികതയൊക്കെ നിരന്തരം വന്യജീവി ശല്യമുള്ള ഒരു മേഖലയാണ് അല്ലേ? ഇതിന് മുന്നേ ഈ സമാനമായൊരു സംഭവം ഉണ്ടായതായി പറയണ്ടായിരുന്നു 3-4 വർഷം മുന്നേ. ഉണ്ട്. ശശിയേട്ടൻ മരിച്ചു, പാല് വിളിച്ച ശശിയേട്ടൻ, പാറയ്ക്ക് ശശിയേട്ടൻ മരിച്ചത് അത് ഇതേപോലെ തന്നെ ആന അടിച്ച് മരിച്ച, പാല് വിളിച്ച അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് മരിച്ചത്.
കഴിഞ്ഞ ഇതിലൊരു മുന്നറിയിപ്പ് തരുന്നതിലൊരു വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ മുന്നറിയിപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഫോറസ്റ്റുകാരാണെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും മുന്നറിയിപ്പ് നമുക്കൊന്നും തന്നിട്ടില്ല. ഇങ്ങനെ ആന വരുന്നുണ്ടെന്നുള്ളൊരു സൂചന പോലും നമുക്ക് വനംവകുപ്പിന്റെ മേലെ നമുക്കൊരു സൂചന പോലും നമുക്ക് കിട്ടിയിട്ടില്ല. സാധാരണ ആന കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ, അതായത് ഓപ്പൺ ന്യൂസർ എന്ന് പറയുന്ന ചാനൽ രാവിലെ 4:30 മുതൽ ഈ ഒരു കാര്യം ആന ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്ഡേഷൻ പോലും ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സോ ഇവിടുത്തെ പോലീസുകാരോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി ഒന്നും നമ്മൾ നേരം വെളുത്ത് ഏക്കുന്ന സമയം ഭയങ്കര ഒച്ച കേൾക്കുന്നത്. ഞാൻ വീടിൻ്റെ അവിടുന്ന് മേലേക്ക് കയറുമ്പോഴാണ് ഈ ആന എൻ്റെ നേരെയാണ് വരുന്നത്. ഞാൻ ഓടി വീട്ടിൽ കയറി ചാച്ചനുണ്ടായിരുന്നു. ചാച്ചനോട് പറഞ്ഞു പരക്കാത്ത കയറിക്കോ. ആ ആന നേരെ തന്നെയാണ് വന്നിട്ട് ആ ഒരു പോക്ക് ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ പുറകെ പോയി ചെല്ലുമ്പോഴാണ് ആനയുടെ ചിന്നമ്പിളി രാജീനെ കൊല്ലുന്നത്. അഭിലാഷ്, ഈ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ആണ് നമ്മളോട് പ്രതികരണം അറിയിച്ചത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവം. ഇവിടെ ഈ പറഞ്ഞതുപോലെ മുൻപും വന്യജീവി ആക്രമണമൊക്കെ ഉണ്ടായ മേഖലയാണെങ്കിൽ കൂടി ഇത്തരത്തിലൊരു സംഭവം ആരുടെയും ഓർമ്മയിലില്ല. അത് കേട്ടുകേൾവിയില്ലാത്തതാണ്. കാരണം ആ ദൃശ്യങ്ങൾ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗം ഒരു മനുഷ്യനെ പിന്തുടർന്ന് ഒരു വീട്ടിൽ കുറേ ദൂരം പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ആരും അങ്ങനെ ഒരു മുൻ അനുഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യമോ അങ്ങനെ ഒരു വാർത്തയോ കേട്ടിട്ടില്ലാത്തതാണ്. അഭിലാഷ്, ഭീതിജനകം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ അക്കാര്യത്തെ പറയാം. അത് നേരിട്ട് കണ്ട് അത് അനുഭവിച്ച മനുഷ്യരുടെ നെഞ്ചിടിപ്പിനെയും മാറിയിട്ടുണ്ടാവില്ല. ശ്രീ സംഷാദ് മരക്കാർ, സാധാരണ റേഡിയോ കോളർ എന്തിനാണ് നമ്മൾ ഇതുപോലെയുള്ള ആന പോലെയുള്ള വന്യമൃഗങ്ങളെ ധരിപ്പിക്കുന്നത്? കൃത്യമായി അതിൻ്റെ റൂട്ട് കൃത്യമായി ട്രാക്ക് ചെയ്യാനും അത് ജനവാസ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ ബന്ധപ്പെട്ട ആ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കാനും ഇടപെടാനും ഒക്കെയാണല്ലോ. ഇവിടെ കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഇട്ടുകൊടുത്തിട്ടുള്ള ഒരു ആന വയനാട്ടിൽ ഇതുപോലെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് ഗേറ്റ് തകർത്ത് കയറി ഒരാളെ പിന്തുടർന്ന് ചെന്ന് ചവിട്ടി കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എത്ര പേർ മരിക്കണം എന്ന ചോദ്യമാണ് ഇപ്പോൾ വയനാട്ടുകാർ നേരിടുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കടുവ പിടിച്ചും ആന ചവിട്ടിയും മരിക്കണോ എന്ന അവസ്ഥയാണ് ഇപ്പോഴത്തേത്. തീർച്ചയായും വയനാട്ടിലുണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സേഫായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നത് അവൻ്റെ വീട്ടിലാണ്. ആ വീട്ടിനകത്ത് വന്ന് ആ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് ഒരു ആന കൊലപ്പെടുത്തി പോവുക എന്ന് പറയുന്നത് വയനാട്ടിലെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും എത്രത്തോളം അവരുടെ പേടി ഉണ്ടാകുന്നുണ്ട്, അവരുടെ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അഭിലാഷ് പറഞ്ഞതുപോലെ ഈ റേഡിയോ ഫ്രീക്വൻസി റേഡിയോ കോളർ ഉള്ളതാണ്. ആനയുടെ മൂവ്മെൻറ്റുകൾ നമുക്ക് അറിയാൻ പറ്റേണ്ടതാണ്. കർണാടകയുടെ റേഡിയോ കോളറാണ്. അതിൻ്റെ ഫ്രീക്വൻസി അവർക്ക് അറിയാൻ പറ്റും, അതിൻ്റെ മൂവ്മെൻറ്റ് അവർക്ക് അറിയാൻ പറ്റും. ഞാൻ രാവിലെയും പറഞ്ഞിരുന്നു, ആ വിവരങ്ങൾ കേരളത്തിലെ വനംവകുപ്പിന് അവർ കൈമാറിയിരുന്നോ എന്നുള്ളത് വനംവകുപ്പ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് 2 മണിക്കൂർ ഇടവിട്ടാണ് ഈ ആനയുടെ മൂവ്മെൻറ്റ് കിട്ടുന്നത്. 2 മണിക്കൂറിന് ശേഷം അവർ മൂവ്മെൻറ്റ്സ് തരുമ്പോഴേക്കും ആന ഒരുപാട് ദൂരം പിന്നിട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് കേരള വനംവകുപ്പിൻ്റെ വാദം. പക്ഷേ വൈകുന്നേരത്തോടുകൂടി കർണാടക വനംവകുപ്പിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിൽ ഇത് ആർക്ക് വേണമെങ്കിലും സെൻട്രലൈസ്ഡ് ആയിട്ട് ഇത് ചെയ്യാം, ഇതിനകത്ത് കർണാടകയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നില്ല, അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് കർണാടകയുടെ വാദം. കഴിഞ്ഞ പ്രാവശ്യം തണ്ണീർക്കൊമ്പൻ വന്നപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, കേരളവും കർണാടകയും തമിഴ്നാടും 3 വനമേഖലയുമുള്ള ജില്ലയാണ് വയനാട്. ഈ 3 ജില്ലയിൽപ്പെട്ട ആളുകളും തമ്മിലുള്ളൊരു ഏകോപനം ഉണ്ടാകണം, അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് മുൻകൈ എടുക്കാൻ വനംവകുപ്പും ഭരണകൂടത്തിലെ ആരും തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഏകോപനവും തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി നമുക്കില്ല. അവിടെ നിന്ന് റേഡിയോ കോളറുള്ള ആന ഫെബ്രുവരി 7-ാം തീയതി വൈകുന്നേരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് റേഡിയോ കോളറുള്ള ആന വനാതിർത്തിയിലുണ്ട്, കർശനമായ നിരീക്ഷണത്തിലാണ്. ആ ഒരു വാക്കാണ് വയനാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആന നിരീക്ഷണത്തിലാണ്, നമ്മുടെ വനംവകുപ്പ് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യമായിരുന്നു വയനാട്ടുകാർക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ 4:38-നാണ് ഇവിടുത്തെ ഒരു ലോക്കൽ ഓപ്പൺ ന്യൂസർ എന്ന് പറയുന്ന ലോക്കൽ ചാനലിൽ ആദ്യത്തെ ഒരു മെസ്സേജ് വരുന്നത് ഇന്ന സ്ഥലത്ത് ആനയുണ്ട് എന്നുള്ളത്. പിന്നീട് അവിടെ നിന്ന് ആ ഒരു മീഡിയം വഴി കിട്ടിയ വിവരങ്ങളല്ലാതെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ കമൽ സംസാരിക്കുമ്പോൾ അജിയുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. ആ വിഷ്വൽ നിങ്ങൾ കണ്ടാലറിയാം, ആന തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ആ പ്രദേശത്തൊക്കെ ആളുകളുണ്ട്. ഇത്രയും കൂടുതൽ ആളുകൾ ക്ഷീരകർഷകരുള്ളൊരു മേഖലയാണ് പയ്യമ്പള്ളി, ചാലിഗദ്ദ പറയുന്ന പ്രദേശങ്ങളൊക്കെ. രാവിലെ പാലളക്കാൻ പോകുന്ന ആളുകൾ
രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ, അത്യാവശ്യം ചെറിയ തോട്ടങ്ങളുള്ള ആളുകളാണ്, പണിക്ക് പോകുന്ന ആളുകൾ എല്ലാമുള്ള പ്രദേശമാണ്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് അറ്റാക്ക് ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഭീതിജനകമായ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആന ഇത്രയും വയലൻ്റായ ഒരു ആനയാണ് എന്നും ഇത് ഇത്തരത്തിൽ ഒരു അറ്റാക്കിലേക്ക് വരുന്നുണ്ടൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായി അവിടുത്തെ ജനങ്ങളെ ഇത് അറിയിക്കണമായിരുന്നു, അവരെ സേഫ് ചെയ്യണമായിരുന്നു. അത് വനംവകുപ്പ് ചെയ്തില്ല. അവരിപ്പോഴും പറയുന്നത് കർണാടകയുടെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ കേരളത്തിലൊരു വനംവകുപ്പ് മന്ത്രിയുണ്ട്. ഇവിടെ നിന്ന് CCFO DFOയോ ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യവും നടക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഇടപെടാനുള്ളതാണ് കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി. ഇന്ന് ആന ഇറങ്ങി ഒരാൾ മരണപ്പെടുമ്പോഴാണ് ആനയുള്ള വിവരം തന്നെ കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി അറിയുന്നത്. ഇത്രയും നിരുത്തരവാദപരമായിട്ടാണ് വനംവകുപ്പിന്റെ ഇവിടുത്തെ പെരുമാറ്റം ഉണ്ടായത്. ഇന്ന് സമരം അതിവൈകാരികപരമായിട്ടാണോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വലിയ വിമർശനമാണ്. ജനങ്ങളുടെ ജീവന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റിനുള്ളതാണ്. സ്വാഭാവികമായും അത് പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ശ്രീമതി ശ്രീദേവി കർത്ത, ഒരു ആന പിന്തുടർന്ന് ചെന്ന് പകൽ സമയത്ത് ഒരാളെ ഇതുപോലെ ആക്രമിക്കുന്നത് എന്തായാലും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ഇത് ചിത്രകഥയോ സിനിമയോ സീരിയലോ ഒന്നുമല്ല, നടന്ന സംഭവം നമ്മൾ CCTV ദൃശ്യങ്ങളായി കാണുകയാണ്. എത്രമേൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഈ നിലയ്ക്ക് വലിയ തോതിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അരങ്ങേറുകയാണ്. വയനാട്ടിലൊക്കെ ജീവിക്കാൻ തന്നെ പറ്റാത്ത സാഹചര്യമാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടുക? എന്താണ് ഇതിൻ്റെ പരിഹാരം? ഇപ്പൊ നമ്മൾ 2014 മുതൽ നമ്മൾ പറയുന്നതാണ് ഈ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ അതാത് സമയങ്ങളിൽ ഇത് മാറ്റപ്പെടുകയും ഇതിന് കാലാനുസൃതമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ ആവശ്യവും ആണ്. പ്രധാനമായിട്ട് ഇന്ന് തന്നെ സംഭവിച്ചത് നോക്കൂ, നമ്മളൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വനം വകുപ്പിന് അതിന്റെ സിഗ്നൽ കിട്ടും, വനം വകുപ്പ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും, അവരേത് വഴി അറിയിക്കും, അത് ഇനി മൈക്ക് വെച്ചിട്ട് പ്രചരണം നടത്തുമോ. പക്ഷെ ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ ശരിക്കും ഇപ്പൊ പല ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇപ്പോ വേറെ തരത്തിലുള്ള കൊച്ചു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അതാതിടങ്ങളിലെ ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് RR ടീം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫോറസ്റ്റിന്റെ സ്റ്റാഫ് PSC വഴി നിയമിക്കപ്പെട്ട സ്റ്റാഫുകൾ മാത്രമല്ല, അതാതിടങ്ങളിലുള്ള ലോക്കൽ ട്രൈബ്സോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകളോ ചേർന്നിട്ട് കൊച്ചു ട്രൈബ് യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ സോളാർ പവേർഡ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് സിസ്റ്റംസ് ഉണ്ട്, ക്യാമറ അറ്റാച്ച്ഡ് ആയിട്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു വന്യമൃഗം ഒരു കാട്ടിൽ നിന്ന് ഹ്യൂമൻ ഹാബിറ്റാറ്റിലേക്ക് വരികയാണെങ്കിൽ ക്യാമറയിൽ പതിയുകയും RR ടീം ആ സമയത്ത് അവിടെ എത്തുകയും RR ടീം ഒരു ഗ്രൂപ്പ് SMS വഴി ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വളരെ നവീനമായിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസ് എല്ലാം നമുക്ക് അനുവർത്തിക്കാം. നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ തന്നെ പോയിക്കൊള്ളണം എന്നില്ല. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മളിത് മാറ്റണം. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവികളും മനുഷ്യരും ഒരേപോലെ സുരക്ഷിതരായി ഇരിക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വർഗം മാത്രം ജയിക്കുക എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ചേഞ്ചിനെ കുറിച്ച് വീണ്ടും ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ ലോക്കൽ ആയിട്ടുള്ള വിസ്ഡം കൂടി ഉപയോഗിച്ചുകൊണ്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ശരി, ഞാൻ വരാം. പക്ഷെ ഗുരുവായൂരപ്പൻ, ഇതിപ്പോ ഒരു മോഴയാനയാണ്. മുമ്പ് കഴിഞ്ഞ ആഴ്ച ഇതേ മാനന്തവാടിയിൽ തന്നെയാണ് തണ്ണീർക്കൊമ്പൻ എന്ന ആന ഇറങ്ങി അവിടെ വലിയ തോതിലുള്ള ഭീതി ഉണ്ടാക്കിയത്. അതിനുശേഷം അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുകയും ചെയ്തു. അന്ന് തന്നെ വേറൊരു ആന കൂടി ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നു. ആ ആന അവിടെ ഉണ്ട് എന്ന് അറിയുകയും അതും ഈ റേഡിയോ കോളർ ധരിപ്പിച്ചിട്ടുള്ള ഈ ആന തന്നെ ആയിരിക്കുകയും അത് ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി ആക്രമണം കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ജീവൻ ഒരു സുരക്ഷിതത്വവും ഇല്ലല്ലോ എന്ന തോന്നലല്ലേ സ്വാഭാവികമായും ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് കൂടുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അങ്ങ് പറഞ്ഞത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം CCF ദീപ മാഡം പറഞ്ഞിരുന്നു. കാരണം മറ്റേ തണ്ണീർക്കൊമ്പൻ്റെ സാഹചര്യം വന്നപ്പോൾ തന്നെ മറ്റൊരു ആനയും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ കോളർ ഉണ്ടെങ്കിൽ ആ സാറ്റലൈറ്റ് സിഗ്നൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒരു ഇമ്മീഡിയറ്റ് പ്രവിസിൽ എവിടെയാണെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രാക്കിംഗ് ആൻറ്റിനിയും എല്ലാം വേണം. അത് ഇവിടെ വയനാട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് അവരിത് കളക്ട് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരൊക്കെ പോയി കൊണ്ടുവന്നു. അത് കറക്റ്റ് ടെക്നിക്കലായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതായത്
വനം വകുപ്പ് ഒന്നും വെറുതെ ഇരുന്നില്ല. അന്ന് തന്നെ അവർ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ്. ആനയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയുന്ന സമയത്ത് കൂടുതൽ ഭയപ്പാടുണ്ടാവുകയാണ്. പണ്ടൊന്നും ഇതിനോടുള്ള വലിയ ഭയപ്പാടുണ്ടായിരുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഞാനും മാധ്യമങ്ങളോടെയാണ് കൂടുതൽ കാലം അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെയെല്ലാം ഭീതി വിതയ്ക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എവിടെ കണ്ടാലും ഒരു ശാന്തനായ ആനയെ കണ്ടാൽ പോലും ഒരു ഭയപ്പാടുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ നാച്ചുറലായിട്ട് ആളുകൾ ഭയപ്പെട്ടു പോകും. പിന്നെ ഈ പറഞ്ഞ അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ രാപകലില്ലാതെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക്, നമ്മുടെ ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ വിഷ്വൽ ഞാൻ നോക്കിയിരുന്നു. ഈ ആനയുടെ അറ്റാക്ക് ചെയ്ത അടുത്ത 30 സെക്കൻഡിനകത്ത് തന്നെ വനംവകുപ്പിൻ്റെ വാഹനം അവിടെ എത്തുന്നു. അവരാണ് വന്നിട്ട് റെസ്ക്യൂ ചെയ്ത് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഇല്ലെന്ന് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല. അവർ ഇനി രണ്ടാമവരുടെ വീട്ടിൽ പോയോ ഇല്ലയോ എന്നുള്ളത് അപ്പുറം ഈ അപകടം പറ്റിയ സമയത്ത് നാട്ടുകാർ എടുത്ത് അവിടെ ആക്ഷൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ സ്റ്റാഫ് എത്തിക്കഴിഞ്ഞു. 7ഓളം സ്റ്റാഫാണ്, യൂണിഫോംഡ് സ്റ്റാഫ്. അവർ പുലർച്ചെ 3:30 തന്നെ, എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ലാതെ ആലോചിക്കണം. ഉറക്കം പോലും കളഞ്ഞ് അവരുടെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ആളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ വനം വകുപ്പ് ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശ്രീ ഷംസാദ് മരിക്കാർ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കായിരുന്നു. ഞാനത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ രാത്രിയോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ അതിൻ്റെ മൊമെൻറ്റ്സ് അറിഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് കിട്ടിയില്ല. എങ്കിലും ഈ പറഞ്ഞ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, അങ്ങ് ചോദിച്ച പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വേനലായി തുടങ്ങി, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ ഒരു ആനയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചറാണ്. അതുകൊണ്ടായിരിക്കണം കർണാടകത്തിൽ നിന്ന് പിടിച്ചിട്ട് കാട്ടിലേക്ക് റേഡിയോ കോളർ ചെയ്ത് വിട്ടത്, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള നേച്ചറിലുള്ള ഒരു ആന അഗ്രസീവ് നേച്ചറിലേക്ക് വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ആന ഇങ്ങനെ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നു, അത് മനുഷ്യനെ കാണുന്ന സമയത്ത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും, അത് ഈ വ്യക്തി ആവണമെന്നില്ല, മനുഷ്യരുടെ ഭാഗത്തു നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ, വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ കാണുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വിഷ്വൽസ് ഒന്നുമില്ല, എങ്കിൽ പോലും ഞാൻ വെറുതെ ഊഹിക്കുകയാണ്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റാവാനാണ് സാധ്യത. എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഈ ആനയെ കാണുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടത്തോടെ ഈ മരണപ്പെട്ട വ്യക്തി അജീഷും കൂട്ടുകാരെല്ലാം നിൽക്കുന്നു. അപ്പോൾ ആന മുന്നിലുണ്ട്. അപ്പോൾ അത് നടന്ന് ശാന്തമായിട്ട് ഒരുപക്ഷെ നടന്ന് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ വരുന്നുണ്ടാവാം. ആ സമയത്ത് ഇവർ അതിനെ ഓടിക്കാനായിട്ട് ചിലപ്പോൾ കൈയൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. കല്ലെടുത്ത് എറിഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ കൈയൊക്കെ കാണിച്ച് അതിനെ ഓടിക്കാനുള്ള അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ കൂക്കി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ആനയ്ക്ക് തീർച്ചയായിട്ടും ഇവർ എന്നെ എന്തോ ചെയ്യാൻ വരികയാണ് എന്നുള്ള രീതിക്ക് ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു, നേരെ കയറി അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ അഭിലാഷ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുള്ള കാര്യം. നമ്മുടെ അറിവിൽ ഇതുപോലെ അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നമ്മുടെ ആദ്യമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ആനകളെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിനോയ് വിശ്വമുള്ള സമയത്താണ് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നത്. അന്ന് ഞാൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞിരുന്നു, ഈ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന ആന ഷോക്ക് തട്ടിയിട്ട് അപ്പുറത്ത് പോകുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അത് സംഭവിച്ചു. ഈ ആനയുടെ ഷോക്ക് തട്ടി ആന കാട്ടിലേക്ക് പോകുന്നു. വേലഞ്ചേരി കോളനിയിലെ ഒരു ആദിവാസി അമ്മ, ഉറങ്ങിക്കിടന്ന അമ്മയെ ആന ചവിട്ടുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആന വേദനിച്ചിട്ട് ഓടുന്ന സമയത്ത് ഒരു പട്ടി ആനയ്ക്ക് നേരെ വരികയായിരുന്നു. അപ്പോൾ ആ പട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആന ഈ കുടിലിലേക്ക് കയറി അവിടെ കിടന്നിരുന്ന അമ്മ മരണപ്പെട്ടു പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അതങ്ങനെ സംഭവിക്കും. അതുപോലെ മുണ്ടൂർ ചാരായം വാറ്റുന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആന കൊല്ലുന്നുണ്ടായിരുന്നു. ചാരായം വാറ്റുക എന്നുള്ള കാര്യം പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യമല്ല, ഞാൻ നമ്മുടെ ഒരു ഇൻഫർമേഷനിലൂടെ കിട്ടിയൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ അവസാനം നാട്ടുകാരെല്ലാം കൂടെ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്രയാക്കുന്ന സമയത്ത് ആന ആ പ്രദേശത്തില്ല. തിരിച്ച് ആ വ്യക്തി എന്നാണോ വരുന്നത്, ഈ ആന വീണ്ടും മുണ്ടൂരിലേക്ക് വരികയായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് കൊട്ടിക്കൊഴിച്ച മറ്റൊരു വാർത്തയായിരുന്നു അത്. എന്ന് വെച്ചാൽ ഈ ആനയെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ ആന ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്യുന്ന പ്രവണത, അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ഈ വ്യക്തി, മരണപ്പെട്ട വ്യക്തി അതിനെ അറ്റാക്ക് ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്.
പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള എന്തായാലും മരണപ്പെട്ട ഇതുകൊണ്ടാണ് attack വ്യക്തിക്കും അവിടെ സംഭവിക്കുന്നത്. ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ഈ ആനയെ മുൻപരിചയമില്ലല്ലോ. അവരുടെ ആ അവസാനത്തെ നിമിഷങ്ങളിലാണ് ആ ആനയെ ആദ്യമായി കണ്ടത്. ഫാദർ ഫിലിപ്പ് കവിയിൽ ഇതിപ്പോൾ ഒരു സംഭവം എന്നുള്ള നിലയിലല്ല. നമ്മുടെ വിവിധ മലയോര മേഖലകൾ എടുത്താൽ, വിവിധ ജില്ലകൾ എടുത്താൽ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കൃഷി, അതിപ്പോൾ പന്നിയാണെങ്കിലും വന്യമൃഗങ്ങളാണെങ്കിലും നശിപ്പിക്കുന്നു. കടുവയുടെ, പുലിയുടെ ആക്രമണങ്ങൾ, ആനയുടെ ആക്രമണങ്ങൾ. അപ്പോൾ കൃഷി ചെയ്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഈ വന്യജീവികളുടെ കൃഷിനാശം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ അവസ്ഥ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ആന വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറി ആളുകളെ ആക്രമിച്ച് കൊല്ലുന്ന അവസ്ഥ. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന വളരെ വളരെ ആശങ്കാജനകമായ സാഹചര്യം മുന്നിലില്ലേ? ഫാദർ കേൾക്കാം. കേൾക്കാമോ? ഞാൻ അവസാനം പറഞ്ഞ് കേട്ടില്ല, കുഴപ്പമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എനിക്ക് വലിയ ഉത്കണ്ഠയും ദുഃഖവും അമർഷവും ഉണ്ട്. വളരെ പ്രത്യേകിച്ച് ഈ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു മൃഗത്തെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞ് അത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രതിഷേധാർഹമാണ്. എന്തൊരു കഷ്ടമായി ഈ നാട്ടിൽ നടക്കുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുമ്പോൾ മൃഗസ്നേഹികൾ ഊഹിക്കുകയാണ്, ഓരോ ഊഹം. അതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്തേ നിങ്ങളൊന്നും കാണുന്നില്ല? വനത്തിൽ താമസിക്കേണ്ട, വനത്തിൽ വസിക്കേണ്ട മൃഗം നാട്ടിലിറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് കൊടുക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആന മനുഷ്യവാസമുള്ള സ്ഥലത്ത് ഇങ്ങനെ വിഹരിക്കുന്നത്? അതിനാർക്കും ഉത്തരവാദിത്വം പറയാനില്ലേ? ഇവിടെ ഒരു വനം വന്യവകുപ്പ് ജീവികളെ നോക്കുന്ന ആളുകൾ അവർ തന്നെ വന്യജീവികളാണെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ ദേഷ്യം വരുന്നത് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ ആന പ്രകോപിപ്പിച്ചു, അവരാളെ ഊഹിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല ഈ നാട്ടിൽ വേണ്ടത്. ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കണം. ഞങ്ങൾ ക്രൈസ്തവരുടെ മരണത്തിൻ്റെ സമയത്ത്, മൃത സംസ്കാരത്തിൻ്റെ സമയത്ത് നേരത്തെ എഴുതി വെക്കുന്നൊരു വാക്കുണ്ടായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചെടുത്ത് നാളെ ഇരിക്കുന്ന ഈ മൃഗസ്നേഹികളും ഇതുപോലത്തെ വിദഗ്ധന്മാരുമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വന്യജീവി ആക്രമണം കാരണം മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തേ ഇവിടുത്തെ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കാത്തത്? ഈ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിന് വിലയില്ലേ? ഇവിടുത്തെ ഭരണാധികാരികളുടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് സുരക്ഷ ഒരുക്കുവാൻ എന്തുമാത്രം പണവും സന്നാഹങ്ങളുമാണ് നമ്മൾ ഒരുക്കുന്നത്. പാവപ്പെട്ടവരുടെ കാര്യത്തിൽ എന്തേ ഇതില്ലാത്തത്? ഞാനൊരു മതത്തെ പ്രതിനിധീകരിച്ചല്ലിരിക്കുന്നത്, ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ അടുത്തിടയ്ക്ക് ഇരിട്ടി എന്ന് പറയുന്ന പട്ടണം ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. അതിന് 2 കിലോമീറ്ററിനടുത്ത് കാട്ടുപോത്ത് വന്നു, മനുഷ്യനെ എല്ലാം ഭീതിയിലാഴ്ത്തി. അതിനും അപ്പുറത്ത് ഒരു 10 കിലോമീറ്റർ അടുത്ത് കാട്ടുപന്നി ഒരു നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെ ക്രൂരമായിട്ട് ആക്രമിച്ചു. അദ്ദേഹം ഇവിടെ ഈ കണ്ണൂർ, ഞാൻ കണ്ണൂർ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്, കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്നു. ഇന്ന് ഞാൻ മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്ററെ ആ ഫോട്ടോ കാണിച്ചു. ആ മനുഷ്യനെ അന്വേഷിച്ച് ആരും ഉണ്ടായിരുന്നില്ല. ആര് പ്രകോപിപ്പിച്ചിട്ടാണ് ഈ കാട്ടുപന്നി വന്ന് സാധാരണ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത്? ഞാൻ മൃഗങ്ങൾക്കെതിരൊന്നുമല്ല, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവനും ഒരു മൃഗത്തിൻ്റെ ജീവനും തമ്മിൽ നേർക്കുനേരെ വരുമ്പോൾ ആരുടെ ജീവനാണ് നിങ്ങളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ മനുഷ്യന് ജീവിക്കണം. മനുഷ്യൻ കഴിഞ്ഞിട്ടാണ് മൃഗമുള്ളത്. അതുകൊണ്ട് മൃഗത്തിനെ കാട്ടിക്കയറി കൊന്നാൽ അത് ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കണം. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരുടെ വീട്ടിലുള്ള സ്ഥിതിവിശേഷം നിങ്ങൾക്കറിയാമോ? ഈ മരിച്ചവരുടെ അടുത്ത് എത്ര ഗവൺമെൻറ്റിൻ്റെ നേതാക്കൾ അവിടെ ചെന്നു, ജനപ്രതിനിധികൾ ചെന്നു? എന്ത് ഇതിനൊന്നും ഉത്തരവില്ലാത്തത്? ശരി, ഓക്കെ, അതാണ് അവിടെ നിന്നുള്ള ഒരു വൈകാരികമായ പ്രതികരണം. പക്ഷേ ജിൻഡോ ജോൺ, ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ പൗരന്മാരുടെ, മനുഷ്യരുടെ ജീവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്റ്റേറ്റിന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് പൊലിഞ്ഞു പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കൂ, ഒന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആന, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് എന്താ പറയുക, കാട് കയറ്റിയ വനത്തിലേക്ക് തുറന്നു വിട്ട ആന. ഈ ആന ഇവിടെ വന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ജനവാസ മേഖലയിലെത്തി
ആളെ ഉപദ്രവിച്ചതിന് ശേഷം പോവാണ്. അതിനെ ഇതുവരെയും പിടിച്ചിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള പ്രവർത്തനം നാളെ നടക്കുമെന്ന് പറയുന്നു. ആ മനുഷ്യരൊക്കെ, ആ ചുറ്റുപാടുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും എന്താ പറയുക, തീ വിഴുങ്ങിയ അവസ്ഥയിലാണ്. അതുപോലെ ആശങ്കാകുലരായിരിക്കുകയാണ്. ആരും നാളെ മരിക്കുമെന്ന് ഒരു പിടിയില്ല. എങ്ങനെ വേണമെങ്കിലും മരിക്കാമെന്ന അവസ്ഥയെ ജനങ്ങൾ നേരിടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നുള്ളതാണ്. മലയോരത്തെ മനുഷ്യരെ പരിചയമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഒറ്റപ്പെട്ട സംഭവമേ അല്ല. നിരന്തരമായി ഈ ഭീതിയുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? അല്ല അഭിലാഷേ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് 989 ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രം 4 ആളുകളോളം മരിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെയായിട്ട്. അപ്പോൾ ഇത് കേരളത്തിലെ വനമേഖലയുള്ള മുഴുവൻ ജില്ലകളിലെയും കർഷക തൊഴിലാളികളും കർഷകരും വരെയും ബാധിക്കുന്ന, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിൽ വന്യജീവി നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മേലെയാണ് ഈ നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാൽ അതിന് ഒരുപാട് കേസുകളും ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ വന്യജീവികൾ അങ്ങോട്ട് ആക്രമിച്ച ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അതിൽ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന് റൈറ്റ് ടു ലീവ് എന്ന ആർട്ടിക്കിൾ 21 ഉറപ്പ് കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ മൗലിക അവകാശമാണ് ഇന്ന് അജിയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആനയായിക്കൊള്ളട്ടെ, ആനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരായിക്കൊള്ളട്ടെ, ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കുടുംബത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ വർഷം അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 50 കോടി വകയിരുത്തിയ ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റിലും 48.85 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്? അവിടെ ഡ്രോണിന് ബാറ്ററി ചാർജ് ഇല്ല, പോലീസ് ജീപ്പിന് ഡീസൽ ഇല്ല, അല്ലെങ്കിൽ വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്? നികുതി പിരിച്ച് ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണോ? അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഈ വനമേഖലയിൽ ഇതിപ്പോൾ വനമേഖലയോട് അടുത്തൊരു ഭാഗമല്ല, വനമേഖലയോട് അടുത്ത ആളുകളാണെങ്കിൽ പിന്നെയും നമ്മൾ അതിനെ അങ്ങനെ ഒരു ഡിബേറ്റുള്ള ഇഷ്യൂ ആയിട്ട് എടുക്കാം. ഈ നാട്ടിൻപുറങ്ങളിലുള്ള മനുഷ്യർ അവരുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകണ്ടേ, അവർക്ക് പള്ളിയിൽ പോകണ്ടേ, അവർക്ക് പ്രാർത്ഥനാലയങ്ങളിൽ പോകണ്ടേ? അവർ ഏത് സമയത്തും ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെ പേടിച്ചും ഭയപ്പെട്ടും വന്യജീവികളെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത്? അവർ വന്യജീവികൾക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങൾ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന ഒരു സ്റ്റേറ്റിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യനല്ല ഒരു പരിഗണന കൊടുക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തെ വന്യജീവി നിയമങ്ങളൊക്കെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമ സംവിധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കുറേ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വേണം. ഒട്ടും പരിഷ്കാരങ്ങളില്ലാതെ അപരിഷ്കൃതമായിട്ട് വന്യജീവികൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ശരി, ഇവിടെ ശ്രീ അലക്സ് ഒഴികയിൽ വന്യജീവി നിയമം വളരെ ശക്തമാണ്. ഒരു മൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനോ അതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കാനോ ഉള്ള അധികാരം സംസ്ഥാനങ്ങൾക്കോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ ഉണ്ടോ? ഇപ്പോൾ ഈ ആനയെ വെടിവെച്ച് കൊല്ലാം എന്ന് തീരുമാനിക്കാൻ ആരെ കൊണ്ട് പറ്റും? നമുക്ക് വളരെ എളുപ്പമാണ്, ആഹ്വാനം ചെയ്യാം. ഈ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നിയമം വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിവൈകാരികമായ ഒരു കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതിനപ്പുറത്ത് പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയിലേക്ക് വരേണ്ടേ? തീർച്ചയായിട്ടും. കേൾക്കുന്നുണ്ടോ അഭിലാഷ്? കേൾക്കാം. ഓക്കെ. ആദ്യമേ തന്നെ നമ്മുടെ ജിൻഡോ ജോൺ എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞു ഈ വന്യജീവി സംരക്ഷണ നിയമം മനുഷ്യവിരുദ്ധമാണ് എന്ന്. ജിൻഡോ ജോണിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. 1972 ഇന്ദിരാഗാന്ധി എന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ആ നിയമം കൊണ്ടുവന്ന സമയത്ത് ഈ വന്യജീവി വകുപ്പ് വന്യജീവി വിഷയം എന്ന് പറയുന്നത് സെൻട്രൽ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ അല്ലായിരുന്നു. സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് 72 ഈ നിയമം. ആ നിയമം മനുഷ്യവിരുദ്ധമാണ് ഇന്ന് ജിൻഡോ ജോണിനും കോൺഗ്രസ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ അത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഈ നിയമം 2022 കേന്ദ്രത്തിൽ നിയമ ഭേദഗതി നടത്തിയിരുന്നു. 19 എംപിമാരാണ് UDF കേരളത്തിൽ നിന്നുള്ളത്. അതിൽ എത്ര എംപിമാർ ഈ നിയമത്തിനെതിരെ സംസാരിച്ചു എന്ന് ജിൻഡോ ജോണിന് അറിയാവോ? രാഹുൽ ഗാന്ധി എന്ന വയനാടിന്റെ MP, ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന ജില്ലയാണ് വയനാട്. ആ വയനാട്ടിലെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പാർലമെന്റിൽ വേണ്ടിയിട്ടുണ്ടോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്? ഇല്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസ് MP ഈ ക്ഷുദ്രജീവിയാക്കുന്ന പട്ടിക പോലും റദ്ദ് ചെയ്യണം എഴുതി കൊടുത്തത്. ഇതിനെതിരെ കൃത്യമായിട്ട് ഞങ്ങൾ അന്ന് പ്രതികരിക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താനുമായി വളരെ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. 22 പേജുള്ള നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ കൊടുത്തിരുന്നു. പക്ഷെ ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങൾ ആരും പരിഗണിച്ചില്ല. അതൊന്നാമത്തെ കാര്യം. കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പുറത്തിറക്കുന്ന പ്രകടന പത്രികയിൽ ഈ നിയമം അടിമുടി കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. മനുഷ്യവിരുദ്ധമാണ്, ഒരു സംശയവും ഇല്ല. അത് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ നിയമമാണ്. ഇനി അതിനകത്തേക്ക് അഭിലാഷ് ചോദിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, എന്താണ് പരിഹാരം? 2 പരിഹാരങ്ങളുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിന് ഹാനികരമാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലാണെങ്കിൽ സെക്ഷൻ 11(1)(a) ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മനുഷ്യന്റെ ജീവന് ഹാനികരമാകുന്ന, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ പറ്റും. അതിനു മുമ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ. രണ്ടാമത്തെ കാര്യം CRPC 133(1)(f) പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് ആയ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. 1987 മാനന്തവാടി സബ് കളക്ടർ ആയിരിക്കുന്ന മാരപാണ്ഡ്യൻ ഇതേ മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊന്ന ആനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. മൈസൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസം മുമ്പ് 3 ആളെ കൊന്ന പുലിയെ, കടുവയെ കർണാടക സർക്കാർ വെടിവെച്ച് കൊന്നു. നമ്മുടെ കേരളത്തില് കോട്ടയം ജില്ലയില് എരുമേലിയില് 2 കാട്ടുപോത്തുകൾ രണ്ടുപേരെ കാട്ടുപോത്ത് കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു 6 മാസം മുമ്പ്. അന്ന് കോട്ടയം ജില്ലാ കളക്ടർ CRPC 131 പ്രകാരം ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് ഈ പറയുന്ന വയനാട് ജില്ലാ കളക്ടർ രേണു ഇന്നത്തെ മീറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ഉത്തരവിടാൻ എനിക്ക് അധികാരമില്ലെന്നാ പറഞ്ഞത്. അത് ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരാൾ പോലും ആ മീറ്റിംഗിൽ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സംശാന്ത് മറക്കാറുണ്ട്. പുള്ളി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എനിക്കറിയില്ല. ദൗർഭാഗ്യവശാൽ സംശാന്ത് മറക്കാറടക്കം അവിടുത്തെ MLA-മാര് 3 MLA-മാര് MP ഒരാൾ പോലും ഇതിനെതിരെ ഇങ്ങനെ ഒരു പവർ ഉപയോഗിച്ച് അതിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പൊ പരിഹാരം ഇല്ലാത്ത വിഷയമല്ല, പരിഹാരം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, 1 മിനിറ്റ് കൂടെ എനിക്ക് തരണം അഭിലാഷ്. ഇതില് നമ്മുടെ ഇത് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ്. അറിയാത്ത കാര്യമല്ലല്ലോ. കൃത്യമായിട്ട് ദീപ എന്ന CCF പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ആനയെ പറ്റി ഞങ്ങൾക്ക് വിവരമുണ്ട്, ഞങ്ങൾ അതിനെ നിരീക്ഷിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ ആന ആളെ കൊന്നു? അതിനാർക്ക് ഉത്തരവാദിത്വം? ഈ CCF-ന് ഉത്തരവാദിത്വമില്ലേ? ഈ DFO-ക്ക് ഉത്തരവാദിത്വമില്ലേ? മാർട്ടിൻ ലോവൽ എന്ന് പറയുന്ന വയനാട് DFO-യും CCF എന്ന് പറയുന്ന ദീപയെയും ക്രിമിനൽ ആർക്കൊക്കെ നമുക്ക് ഉത്തരവാദിത്വം ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിലേക്ക് വരാം. ശ്രീ അലക്സ്, ഇവിടെ ശ്രീ സംഷാദ് മരക്കാർ, ഇപ്പോൾ സാധാരണ ജനം അവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ആരൊക്കെയാണ്? അവരുടെ പ്രതിനിധികൾ. അതിപ്പോൾ പഞ്ചായത്ത് വാർഡ് മെമ്പർ തൊട്ട് പാർലമെന്റ് അംഗം വരെ അവിടുത്തെ ജനപ്രതിനിധികൾ, അവർ ചേർന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, ബ്യൂറോക്രസി, ഇതൊക്കെ ജനങ്ങളുടെ സഹായത്തിനെത്തും എന്നാണ് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത്. ഇവിടെ നോക്കൂ, നേരത്തെ തന്നെ ഇൻഫോർമേഷൻ ഉള്ള 2 ആനകൾ വയനാട്ടിലേക്ക് വന്നു എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ ഉണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഇപ്പോൾ പോലും ആ ആന എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു കൊളീഗ് എനിക്കുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇത് രാത്രിയിൽ ഈ ആന എങ്ങനെ പെരുമാറുമെന്ന് അവിടെയുള്ള വീട്ടുകാർക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴും. അപ്പോൾ ആന ഇടഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങളുടെ, നിങ്ങളടക്കമുള്ള അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ് സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുക. തീർച്ചയായും ഞാൻ അതിൽ ഒരു തർക്കത്തിനില്ല. ഇന്ന് മാനന്തവാടിയിൽ ജനങ്ങൾ വൈകാരികമായി പ്രതികരിച്ചത് ഈ സംവിധാനങ്ങളോടുള്ള എതിർപ്പ് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. ആ എതിർപ്പിനോടൊപ്പം തന്നെ ആ ജനങ്ങളോടൊപ്പം തന്നെയാണ് ജനപ്രതിനിധികൾ നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം ജനങ്ങൾ പറയുന്നതിൽ ഒത്തിരി ന്യായങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആനയുണ്ട് എന്നുള്ള വിവരം വനംവകുപ്പിന് അറിയാമെന്ന് അലക്സ് ഇപ്പോൾ പറഞ്ഞു. അത് ആനയുണ്ട് എന്നുള്ള വിവരം വനംവകുപ്പ് തന്നെയാണ് പത്രസമ്മേളനം വിളിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വനംവകുപ്പ് അതിനെ നോക്കിക്കൊള്ളുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഇന്ന് നഷ്ടപ്പെട്ടത് അജിയുടെ ജീവൻ പോകുമ്പോഴാണ്. അപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് അവർ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അതൊക്കെ നമുക്കൊരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാം. പക്ഷേ ആത്യന്തികമായി ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് കരുതിയെടുത്തുനിന്ന് വന്ന ഒരു വലിയ പാളിച്ച ഉണ്ടായി. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുന്നറിയിപ്പിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാതൊരുവിധ മുന്നറിയിപ്പും കിട്ടിയില്ല. അത് ജനങ്ങൾ നിരന്തരമായി എടുത്തു പറയുന്നുണ്ട്, അത്തരമൊരു മുന്നറിയിപ്പും നമുക്ക് കിട്ടിയില്ല എന്നുള്ളത്. 2, ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ആന ട്രാവൽ ചെയ്യുന്നതിൻ്റെ സമയവും സ്പീഡും ഒക്കെ അവർ ചില വാദങ്ങളായി പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ജനങ്ങളെ കൺസേൺ അല്ല. ജനങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഓരോ ജനപ്രതി, ഞാൻ ഉൾപ്പെടെ ഉള്ള ജനപ്രതിയുടെയും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് തന്നെയാണ്. അവിടെ നമ്മൾ ഇന്ന് പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ പരാജയം ഉണ്ടായതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് സീരിയസ് ആയി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തെ സീരിയസ് ആയി കൈകാര്യം ചെയ്യാതിരുന്നത്, ഇത് ആന സ്വാഭാവികമായി പടമലയിൽ നിന്ന് വന്ന് 10 മീറ്റർ അപ്പുറമുള്ള കുറുവാദ്വീപ് വഴി ഫോറസ്റ്റിൽ കയറിക്കോളും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വനംവകുപ്പ് എടുത്തു. പക്ഷേ അവിടെ നിന്ന് ആന റിട്ടേൺ ചെയ്ത് അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു ആലോചന അവർക്കുണ്ടായില്ല. അവിടെ നിന്നാണ് വനംവകുപ്പിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതും. ആന ഇപ്പോഴും ഈ പടമലയിലെ അജിയെ ആക്രമിച്ച വീടിൻ്റെ മുകളിലെ കുന്നിൻ്റെ മേലുണ്ട്.
പക്ഷേ അതിനെ ഒന്നും ചെയ്യാൻ ഈ രാത്രി വരെ പറ്റിയില്ല. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നത് മുമ്പ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതുവരെ ഒന്നും പറ്റിയില്ല. ആ ഒരു ഓവർ കോൺഫിഡൻസ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അത് അവരെ അബദ്ധത്തിലേക്ക് ചെന്നെത്തിച്ചു. നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടു. ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലും വലിയ നിരാശയിലും അമർഷത്തിലുമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും ആശങ്കയിലുമാണ്. ശ്രീ ഗുരുവായൂരപ്പൻ, ഇപ്പോൾ താങ്കൾ നേരത്തെ ഈ ആനപ്പകയുടെ അല്ലെങ്കിൽ ആനയുടെ പ്രതികാരത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മുണ്ടൂരെ കുറിച്ച് പറഞ്ഞു. മുണ്ടൂരിൽ നിന്ന് അവിടുത്തെ കർഷക സംഘത്തിന്റെ ഏരിയ പ്രസിഡന്റ് എനിക്കിപ്പോൾ മെസ്സേജ് അയക്കുകയാണ്, താങ്കൾ പറഞ്ഞത് ശരിയല്ല എന്ന്. അവിടെ ആനയുടെ ശല്യമുള്ള സ്ഥലമാണ്. അവിടെ ആനയുടെ ആക്രമണത്തിൽ പല ആളുകൾക്ക് പരിക്കേൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഷോളി എന്ന് പറയുന്ന മനുഷ്യൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബേബി എന്ന് പറയുന്ന ആൾ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മൃതപ്രായനായി ഇപ്പോഴും കഴിയുകയാണ്. അവിടെ ഈ ചാരായം മാറ്റുന്ന ആളെ തേടി ആന വന്നു അല്ലെങ്കിൽ ആന വരുന്നു എന്നുള്ളത് ഒരു തരത്തിലും വസ്തുതയുള്ള കാര്യമല്ല. മറിച്ച് അവിടെ ആനയുടെ ആക്രമണം, വന്യജീവിക്ക് ഇപ്പോൾ ചാരായം മാറ്റുന്ന ആള്, വിദേശ മദ്യം വാങ്ങിക്കുന്ന ആളെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അവിടെയാണ് പോയിന്റ്. അതിപ്പോൾ പരസ്യമായിട്ട് അറിയുന്ന കാര്യമല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. ഓക്കെ, വാദത്തിന് അംഗീകരിക്കാം. പക്ഷേ ധോണിയിൽ നടന്ന സംഭവത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വനംവകുപ്പിൽ കണ്ടെത്തി കൊടുത്ത ഒരു കേസ് എന്ന് വെച്ചാൽ, ചാരായം വാറ്റ് നടത്തുന്ന വ്യക്തികൾ ആനയെ കൊല്ലുമെന്ന് ഫോറസ്റ്റുകാരോട് പോലും ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം ആന ആ ഭാഗത്തേക്ക് വീണ്ടും വന്നു. വനംവകുപ്പിന് കൃത്യമായിട്ട് ആനയെ ട്രാക്ക് ചെയ്ത് ഓടിക്കാനും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അവസാനം ഇവർ ഷോക്ക് വെച്ച് കൊന്നു. ഷോക്ക് ദൂരെ നിന്ന് എടുത്തു വെച്ചിട്ടാണ് കൊന്നത്. അവസാനം തെളിവ് പോലും ഇല്ലാത്ത രീതിക്ക് അവർ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അത് കണ്ടെത്തി ഇവരെ പിടികൂടിയ സമയത്ത് ഇവർ ചാരായം അപ്പോഴാണ് ഇവർ വീണ്ടും റിവീൽ ചെയ്യുന്നത്, ഞങ്ങൾ വാറ്റുന്ന ചാരായം ആന സ്ഥിരമായിട്ട് വന്ന് കുടിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഷോക്ക് വെച്ച് കൊല്ലേണ്ട സാഹചര്യത്തിലേക്ക് വന്നെന്നുള്ളത്. ഇത് ഞാൻ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പങ്കെടുത്ത ഒരു കേസിൻ്റെ ഇത് പറഞ്ഞെന്ന് മാത്രം. മുണ്ടൂരിലെ കേസ് എനിക്ക് കിട്ടി ഇതേപോലെയുള്ള വേറെ ഒരു കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതവിടെ ഏതായാലും മുണ്ടൂരിൽ നിന്നുള്ള ആളുകൾ, നമ്മുടെ അച്ഛൻ പറഞ്ഞ മേഖലയിൽ ഇടപെടുന്ന, അവിടെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നു അങ്ങനെ പറയുന്നത് ശരിയല്ല, അവിടെ ചാരായം വാറ്റ് എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അവിടെ ആന ആക്രമണം നടത്തിയിട്ടുണ്ട്, ആന പല ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്. അതിലൊരാൾ മരിച്ചുപോയി. അയാൾ ചാരായമായി ബന്ധപ്പെടുന്ന ആളൊന്നുമല്ല, നാട്ടുകാരനാണ് മരിച്ചത്. അതുപോലെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് മുണ്ടൂരിന്റെ അവസ്ഥ. ഓക്കെ ഞാനത് ഇപ്പോഴത്തെ ഒരു ചർച്ചയിൽ പൂർണ്ണമായിട്ടത് അതിനകത്ത് യോജിക്കുന്നു. കാരണം ഇതിന് ഇപ്പോൾ പ്രൂഫ് ഇപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. ഓക്കെ, അത് ഞാനിപ്പോൾ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതല്ല കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ഊഹിച്ചെടുത്ത കാര്യമൊന്നുമല്ല. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ബേസിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. പല കാര്യങ്ങളും നമുക്ക് വെളിയിൽ പറയാൻ പാടില്ല. എങ്കിലും ഞാനത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് ചോദിച്ചപ്പോൾ ആ ആംഗിൾ ഞാൻ പറഞ്ഞു. അതായത് പ്രകോപനം എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രകോപനത്തിനെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ആന ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളയാറിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ പോലും ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെയുള്ള ഷോക്കാണ് ഈ ആളുകളെ ആക്രമിക്കുന്ന സ്റ്റേജിലേക്ക് ആന പിന്നീട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആ ഷോക്ക് എത്രത്തോളം ദൂരം ഒരു മൃഗത്തിന്, ആന എന്ന് വേണ്ട, ഒരു മൃഗത്തിന് ഒരു വലിയ വേദന പറ്റി അതിന് ദേഷ്യം വന്ന് ചുറ്റുമുള്ള ആളുകളെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു വേദനയോ അതല്ലെങ്കിൽ ഒരു കാര്യമോ ഓർത്ത് വെച്ച് ആന ഒരു പ്രത്യേക ആളെ ടാർഗറ്റ് ചെയ്ത് അയാളെ പുറകെ വന്ന് ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ യുക്തിസഹമായിട്ടുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് രാവിലെ പാല് മേടിക്കാൻ പോകാനോ പത്രം ഇടാൻ പോകാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല. ആന വന്ന് കൊല്ലുമോ, പുലി വന്ന് പിടിക്കുമോ, കടുവ ആക്രമിക്കുമോ, അതൊരു കരടി വയനാട്ടിലുണ്ടായി. എന്തിന്റെ ആക്രമണത്തിലാണ് മരിക്കുന്നത് എന്ന് പേടിച്ച് നടക്കുന്ന മനുഷ്യനെ മുമ്പിൽ ഇപ്പൊ അയാൾ പോയിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ പ്രകോപിപ്പിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അഭിലാഷ് ഒരു കാര്യം പറയട്ടെ. അത് വാദത്തിന് അംഗീകരിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ആളുകൾ പ്രകോപിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ പ്രകോപിപ്പിക്കുന്ന ആളുകളുണ്ട് പല സമയത്തും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നേരത്തെ വന്ന തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിനകത്ത് 100 കണക്കിന് ബുള്ളറ്റ് ഇഞ്ചുറീസ് നമ്മൾ കണ്ടത്. ഈ ആനയുടെ പുറകിൽ എത്രത്തോളം അതുപോലെ ആനകൾ ഒരുപാട് പേര് പ്രകോപിച്ചത് കൊണ്ടാണല്ലോ ഈ ആനയും മറ്റ് സ്ഥലത്തുനിന്ന് പിടികൂടി റേഡിയോ കോളർ ചെയ്ത് ഉൾക്കാട്ടിൽ കൊണ്ട് വിട്ടത്. അല്ലാതെ തനിയെ ചുമ്മാ കാണുമ്പോഴത്തേക്കും കയറ്റി വിട്ടതല്ലല്ലോ. അക്രമകാരി ആവാനുള്ള കാരണത്തെക്കുറിച്ചുള്ള താങ്കളുടെ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആളുകൾ മനഃപൂർവ്വം എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ നാട്ടുകാരെല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതിനകത്ത് ഏതെങ്കിലും 1-2 വ്യക്തികൾ ചെയ്യുന്ന ആ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിരപരാധികളായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതാണ്. അതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പക്വതയോടുകൂടി സംസാരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു 3 ആഴ്ച മുമ്പ്
ഒരു 3 ആഴ്ച മുമ്പ് ഇരിട്ടിയിൽ അടുത്തുള്ള കീഴ്പള്ളി എന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ എന്നെ വിളിച്ചു. അച്ഛാ ഇവിടെ വരണം, ഞങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ആറളം എന്ന സ്ഥലത്ത് നിന്ന് പുഴ കടന്ന് ആനകൾ കയറി ജനവാസ മേഖലയിൽ വലിയ ഭീതി വളർത്തിയേക്കാണ്. രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകൾക്ക് റബ്ബർ വെട്ടാൻ പോകാൻ സാധിക്കുന്നില്ല പേടിച്ചിട്ട്. രാത്രി അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കുട്ടികളുള്ള കുടുംബങ്ങളാണ്. അതുപോലെ അവരുടെ പറമ്പിലുള്ള വലിയ തെങ്ങുകൾ, സാധാരണ ഈ തൈത്തെങ്ങുകളൊക്കെയാണ് നശിപ്പിച്ച് നമ്മൾ കണ്ടത്. ഇത് വലിയ തെങ്ങുകൾ കുത്തി മറിച്ചിട്ട് അത് ആന തിന്നിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസം ആന വന്നിട്ടും അവിടെ ആരും അന്വേഷിക്കാൻ ചെല്ലുന്നില്ല, അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. അപ്പോൾ ആ ആളുകൾ എന്നോട് പറഞ്ഞ, ഇത് മാതൃഭൂമിയിലൊക്കെ വന്ന വാർത്തയാണ്, ആ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ആനയെ ഇവിടെ കയറാതിരിക്കുവാൻ ഞങ്ങൾ തന്നെ പൈസ എടുത്ത് ഈ ആറളത്തിൻ്റെ സൈഡിൽ ഫെൻസിങ് നടത്തുകയാണ് ചെയ്തത്. ഒരു 1.5 കിലോമീറ്റർ നടത്താൻ ഞങ്ങൾക്ക് പണം തികഞ്ഞില്ല, ഗവൺമെൻറ് സഹായിച്ചില്ല. അതുകൊണ്ട് ഈ 1.5 കിലോമീറ്റർ കൂടിയാണ് ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10-15 വർഷം ജർമ്മനി ജീവിച്ച ആളാണ്. അവിടെ ഈ വികസിത രാജ്യങ്ങളിൽ ഈ മൃഗങ്ങളുടെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സംഖ്യയിലധികം മൃഗങ്ങൾ വർദ്ധിച്ചാൽ ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനും അതിനെ ഭക്ഷണമാക്കുവാനുമുള്ള നിയമം അവിടെയുണ്ട്. നിയമം എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാട്ടിൽ കയറി വന്യജീവികളെ ആക്രമിക്കുന്നതിനോട് ഞാൻ എതിരാണ്, അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യത്തിനും കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ചാരായം ഉണ്ടാക്കി ആനയെ കുടിപ്പിച്ചെന്ന് പറയുന്നതോ ആനയ്ക്ക് വെടിവെച്ച് ആനയെ പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഒരു സാമൂഹിക ദ്രോഹത്തിൻ്റെ ഭാഗത്തിൽപ്പെടുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇതൊന്നും ചെയ്യാത്ത സാധാരണ മനുഷ്യന് ഇന്ന് ജീവിക്കാൻ പറ്റാത്തത്ര ഭീതിയിലാണ്. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, എൻ്റെ സ്വന്തം വീട്ടിൽ 86 വയസ്സുള്ള എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്ന ചന്ദനിക്കാമ്പാറ എന്ന പ്രദേശത്ത് ഞങ്ങളുടെ വീടിന് 10 മീറ്റർ അകലെ ഈ ആന വന്ന സ്ഥലമാണ്. എനിക്കിതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വിദഗ്ധരുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ പച്ചയായ അനുഭവത്തിലുമ്പോൾ മനുഷ്യർ വല്ലാത്ത ഭീതിയിലാണ്. ഈ വിഷ്വലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം ആ ഗേറ്റ് ചാടിക്കടന്ന് താഴെ വീണുപോയി. ഒരു പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഓടി രക്ഷപ്പെടാൻ ഒരു സമയം പോലും അവിടെ ഉണ്ട് എന്ന് ആ വിഷ്വലിൽ നിന്ന് കാണാം. പക്ഷേ എന്തുകൊണ്ട് സാധിച്ചില്ല? അദ്ദേഹത്തിന് പ്രാണഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യരുടെ, സാധാരണക്കാരായ മനുഷ്യൻ്റെ ഈ പ്രാണഭയത്തിന് ഗവൺമെൻറ് ഉത്തരം പറയണം. എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇത്ര നിസ്സാരമായിട്ട് ഇത് കാര്യങ്ങൾ? ഞാൻ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിജീവന യാത്ര നടത്തിയപ്പോൾ വയനാട്ടിൽ ചെന്നു. അവിടെ സുൽത്താൻ ബത്തേരിയിൽ ചെന്നപ്പോൾ അവിടെ അടുത്തായിരുന്നു ആ കടുവ തിന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യരുടെ ബുദ്ധിമുട്ട്, പ്രയാസം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ആര് പ്രകോപിപ്പിച്ചിട്ടാണ് ഈ കടുവ ഈ പുല്ലരിയാൻ ചെന്ന മനുഷ്യനെ തിന്നത്? നമ്മൾ ഉട്ടോപ്യൻ ഐഡിയ കൊണ്ടിരിക്കാതെ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങളിലേക്ക് ഗവൺമെന്റ് ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീമതി ശ്രീദേവി കർത്ത, ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം. ഇത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യരുടെ വിഷയങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കാതിരിക്കരുതെന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. ശരി, ശ്രീമതി ശ്രീദേവി കർത്ത, വെടിവെച്ച് കൊല്ലണം എന്നാണ് ഉയരുന്ന ഒരു ആർഗ്യുമെന്റ്. അത് ബിഷപ്പ് തന്നെ ഉന്നയിക്കുകയുണ്ടായി. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവൻ ഉറപ്പാക്കുക എന്നുള്ളതിൽ കവിഞ്ഞുള്ള പ്രാധാന്യം മറ്റ് സാങ്കേതികത്വങ്ങൾക്കില്ലല്ലോ. ഓക്കെ, ക്രിസ്തുവിന്റെ ദാസനായ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ ക്രിസ്തുവിനെ ഏറ്റവും പ്രിയപ്പെട്ടതും ഫ്രാൻസിസ് ഓഫ് അസീസി തന്റെ സ്വന്തം സഹോദരൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നത് കേൾക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ ഇരുട്ടുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഇരുട്ട് ഒരു പരിധി വരെയൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയൊക്കെ മൂടാൻ അനുവദിക്കാവുള്ളൂ, പ്രത്യേകിച്ച് വൈദികന്മാർക്ക്. ഞാൻ പറയുന്നത് ഈ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. പട്ടികളെ വെടിവെച്ച് കൊല്ലണം, തെരുവ് നായ്ക്കളെ കൊല്ലണം, ദയാവധം ചെയ്യണം, ആനകളെ കൊല്ലണം, പന്നികളെ കൊല്ലണം, പുലികളെ കൊല്ലണം, സർവ്വ വന്യമൃഗങ്ങളെയും ഇറങ്ങുന്നവരെ എല്ലാവരെയും നമ്മൾ വെടിവെച്ച് കൊല്ലണം. അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പൊ ഈ പറയുന്ന ആനയ്ക്ക് ഇപ്പൊ ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ആനന്ദമൊന്നും കിട്ടാറില്ല. ഒരു പട്ടിക്ക് ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് കടിച്ചിട്ട് യാതൊരു കാര്യമില്ല, അതിന്റെ സ്വാഭാവിക പ്രേയല്ല. ഒരു പുലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ആക്രമിക്കുന്നത് അതിന്റെ ഗതികെട്ട അവസ്ഥയിലാണ്. ഗതികെട്ടിട്ടാണ് പുലി ഒരു മനുഷ്യനെ തിന്നുന്നത്. കാരണം പുലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംഘബലമുള്ള ഒരു സമൂഹമാണ് എന്ന് പുലിക്കറിയാം, ആനയ്ക്കറിയാം, പട്ടിക്കറിയാം. നമ്മൾ ഒറ്റയ്ക്ക് പോരാടുന്നവരല്ല, നമ്മൾ സംഘമായി ഗോത്രമായി നിലനിന്നിരുന്ന ഒരു സമൂഹമാണ്. നമ്മൾ ഗോത്രമായി വേട്ടയാടിയവരാണ്, നമ്മൾ ഗോത്രമായി ആക്രമിച്ച്
പിന്നെ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ നമ്മൾ അടിമകളാക്കി പിടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് അവർക്കൊരു കോഗ്നിഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ ഗതികെട്ട അവസ്ഥകളിലാണ് ഈ ജീവികൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നാട്ടിലേക്ക് ഇറങ്ങിയാൽ കിട്ടുന്ന അനുഭവം അത്ര ശുഭകരമായിട്ടുള്ള അനുഭവമല്ല. താങ്ക്സ് ടു മീഡിയ ഓൾസോ ഒരുപാട് ഫ്രണ്ട്സി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പണ്ടും ഇതുപോലെ ആനകളും പുലികളും പന്നികളും ഒക്കെ ഇറങ്ങിയിരുന്നു. അവർ ഒരു വശത്ത് കൂടി കോഎക്സിസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുമ്പത്തേതുപോലെ അല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ആവർത്തിച്ചുണ്ടാവുന്നു. അത് ഇതിന്റെ ഫ്രീക്വൻസി വലിയ തോതിൽ കൂടുന്നുണ്ട്. നമ്മളത് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ആത്യന്തികമായ പ്രശ്നം. ഞാൻ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞാൽ, ശ്രീമതി ശ്രീദേവി കർത്ത, ഞാൻ ആദ്യമായിട്ട് മയിലിനെ കാണുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഒരു മൃഗശാല വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ്. അന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കുരങ്ങനെ കണ്ടത്. അന്ന് തന്നെയാണ് ഞാൻ മറ്റെല്ലാ വന്യമൃഗങ്ങളെയും ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് ചായ എടുത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഒരു കൂട്ടം മയിലുകൾ വെളിയിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 30 കൊല്ലം മുമ്പ് നമുക്ക് മയിലിനെ കാണണമെങ്കിൽ മൃഗശാലയിൽ പോകണമായിരുന്നു. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തിറങ്ങിയ മയിലിനെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് വളരെ അത്ഭുതത്തോടുകൂടി ഇതേ ഇവിടെ വന്ന് മയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മയിലുണ്ട്, ഇവിടെ ഒന്നും വെച്ചേക്കില്ല, കൃഷി വല്ലതും വെച്ച് കഴിഞ്ഞാൽ ഉടനെ പന്നി വന്ന് നശിപ്പിക്കും, കുരങ്ങനെ കാണണമെങ്കിൽ കുരങ്ങനും വരാറുണ്ടെന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ 30 കൊല്ലം മുമ്പ് മൃഗശാലയിൽ പോയി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ നമ്പർ കൂടുന്ന സമയത്തായിരിക്കുമല്ലോ, ഒരു കാടിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സമയത്തായിരിക്കുമല്ലോ നാട്ടിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ എങ്ങനെയാണ് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കടുവയ്ക്ക് വിശക്കുമ്പോൾ കടുവ മനുഷ്യനെ കൊന്ന് തിന്നും. നമ്മൾ ശരി കടുവയ്ക്ക് വിശന്നിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനോട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല, അതൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പറയുന്നതാണ്. ഒറ്റ സെക്കൻഡ്, ഒരു നിമിഷം ഫാദർ, ഞാൻ വരാം. ഫാദർ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആശ്വസിക്കും, ഞാൻ ഒന്ന് സമാധാനിക്കും പ്ലീസ്. ഞാന് ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു, താങ്കളുടെ വീടിന്റെ മുന്നിൽ മയിലിനെ കാണുന്നു. എന്തുകൊണ്ട് മയിലിനെ കാണുന്നു? മയില് വളരെ കൃത്യമായിട്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. മയില് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം കാടിനകത്തെ വരൾച്ചയാണ്. കാടിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മൃഗങ്ങൾ എന്ന് പറയുന്ന ഒരു മിസ്കോൺസെപ്റ്റ് ആണ്. കാരണം കാട് എന്ന് പറയുന്നത് നമ്മളൊരു വീട്ടിനകത്ത്, ഒരു കെട്ടിടത്തിനകത്ത് 3 മനുഷ്യര് അല്ലെങ്കിൽ 4 മനുഷ്യര് അല്ലെങ്കിൽ 5 മനുഷ്യരും കൂടെ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെയല്ല. കാട് എന്ന് പറയുന്നത് ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. കാട്ടിലെ ജീവികളെ ജനിക്കുകയും മരിക്കുകയും പോവുകയും വരികയും ഒക്കെ ചെയ്യും. ഉദാഹരണമായിട്ട് 2017 നമ്മുടെ വനം വകുപ്പ് പുറത്തു വിട്ടിരുന്ന കണക്കനുസരിച്ചിട്ട് 5780ഓളം ആനകൾ നമ്മുടെ കാടിനകത്തുണ്ടെന്ന്. 2023 ആയപ്പോ അത് 2386 എന്ന് പറഞ്ഞാൽ 6 വർഷം കൊണ്ട്, ചുരുങ്ങിയത് 72 മാസം കൊണ്ട് 3320 ആനകളെ കാണാനില്ല. അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഫിഗർ ആയിരുന്നു. അതെന്തുകൊണ്ട്, എവിടെ പോയി 3320 ആനകൾ എന്നുള്ളത് വളരെ ആകാംക്ഷ ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം ആന എന്ന് പറയുന്നത് ഒരു കീ സ്പീഷീസ് ആണ്, ഒരു വളരെ കീ പോയിന്റ് ഉള്ള സ്പീഷീസ്. ഞാൻ പറയട്ടെ, അപ്പൊ ഈ ആനകൾ എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോ നമ്മുടെ വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, 5706 എന്ന് പറയുന്ന ആന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടുത്തെ ടെമ്പറേച്ചർ കൂടിയ സമയത്ത് കേരളത്തിലേക്ക് വന്നു. ആ സമയത്തെടുത്ത സെൻസസിന്റെ ഭാഗമാണ്. 6 വർഷം കൊണ്ട് വീണ്ടും അവർ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പൊ ഇന്നിറങ്ങിയ ആന പോലും ഒരു പക്ഷെ 6 വർഷം മുൻപ് കേരളത്തിലെ കാടുകളിൽ താമസിക്കുകയും ഈ സ്ഥലം വളരെ ഫെമിലിയർ ഇരിക്കുകയും തിരിച്ച് വീണ്ടും ഹസനിൽ പോവുകയും അവിടെ ചിലപ്പോൾ ക്രോപ്പ് റൈഡ് ചെയ്യുകയും അവിടെ വെച്ചിട്ട് റേഡിയോ കോളർ ചെയ്യും, വീണ്ടും അതിന്റെ ഒരു ഫെമിലിയർ സ്പോട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യാണ്. സോ കാട് എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്ററി സ്പേസ് ആണ്. യു കനോട്ട് സേ ദാറ്റ് ഒരു കാടിനകത്ത് ഇത്രയും ആനിമൽസ് ഉണ്ട്, ആ ആനിമൽസിനെ അതിനപ്പുറത്തേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് വളരെ അൺസയന്റിഫിക് ആണ്. ശരി, ഓക്കെ, നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പോയി. ഇവിടെ നോക്കൂ ജിൻഡോ ജോൺ, ഇപ്പോൾ ശരി, ഇപ്പം നമുക്ക് വേണമെങ്കിൽ സർക്കാരിനെ ഈസി ആയിട്ട് കുറ്റം പറയാം. നേരത്തെ ഇവിടെ അലക്സ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാണ് ചെയ്യേണ്ടത് എന്നൊരു വലിയ പ്രശ്നമുണ്ട്. വളരെ ശക്തമായ വന്യജീവി നിയമം ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ നാട്ടിൽ വനനശീകരണം വലിയ വിഷയമായിരുന്ന, വന്യജീവികൾ അന്യം നിന്നും പോകുന്ന, പ്രത്യേകിച്ച് പലതും എന്താ പറയുക ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സ്വദേശപരമായി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മലയോര മേഖലകളിലൊക്കെ മനുഷ്യൻ അന്യം നിന്ന് പോകുമോ എന്ന് പറഞ്ഞാൽ അതിശയോക്തിപരമല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.
അല്ല അഭിലാഷേ, ഞാൻ അദ്ദേഹത്തിൻ്റെ ആശങ്കയിൽ അഭിപ്രായ വ്യത്യാസമൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ ഞാൻ ഇതിലൊരു പാർട്ടി പൊളിറ്റിക്സ്, ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സിലല്ല ഞാൻ അതിനെ പറഞ്ഞത്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വന്യജീവി സമ്പത്തിലുള്ള പല സ്പീഷീസുകളും റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടുകയും വനം വലിയ രീതിയിൽ കയ്യേറ്റം ചെയ്യപ്പെടുകയും നശീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നിയമം കൊണ്ടുവന്നത്. അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ കോൺഗ്രസിന് എം പിമാരില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ BJP ഭരിക്കുന്നുണ്ടല്ലോ. കർഷകർക്ക് വേണ്ടി പറയുന്ന BJP നയങ്ങളിൽ മാറ്റം വരുത്തിയോ? കേരളത്തിൽ നിന്ന് LDFന്റെ 9 MP മാരുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നുണ്ടോ? ഇതേ LDFന്റെ 19 MP മാർ പിന്തുണച്ച ഒന്നാം UPA സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്നു. അന്ന് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ല. ഇത് കാലാനുസൃതമായി മാറ്റം വരുത്തണം എന്നുള്ള സാധാരണക്കാരൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമില്ല. ഇനി രണ്ടാമത്, നാളെ ആന കൊല്ലാൻ വരുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് ആന കൊല്ലാതിരിക്കുമോ? കോൺഗ്രസ്സുകാരനെ CPM-കാരനെ BJP-കാരനും പാർട്ടി നോക്കിയല്ലോ ആന കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ പറയാൻ പാടില്ല. രണ്ടാമത്, എനിക്കിവിടെ പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലാകുന്നില്ല. ഈ മനുഷ്യന് പോപ്പുലേഷൻ ഡെൻസിറ്റി പറയുന്ന പോലെ അനിമൽസിനും ഡെൻസിറ്റി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ വന്യജീവിക്കും സഞ്ചരിക്കുന്ന ദൂരവും അതിൻ്റെ സ്ക്വയർ മീറ്ററും കിലോമീറ്ററും ഒക്കെ കൃത്യമായിട്ട് പഠനങ്ങളും ശാസ്ത്രീയ അവലോകനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഹണ്ടിങ് നിരോധിച്ച ഒരു രാജ്യത്ത് ഈ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് പെറ്റുപെരുകുമ്പോൾ പല കാരണങ്ങളുണ്ടാവും, വരൾച്ചയോ മറ്റ് പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നാടുകളിലേക്ക് ഇറങ്ങുമ്പോൾ വനാതിർത്തികളിലുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, ഇത് വനവുമായി ബന്ധപ്പെട്ട് ഒരു അതിർത്തി പോലും പങ്കിടാത്ത നാട്ടിൻപുറങ്ങളിലേക്ക് വന്യജീവികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പരിഹാരം കാണുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് പറയണ്ടേ നമ്മൾ? പ്രയോറിറ്റിയായി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്, അതിലേക്ക് മടങ്ങിയിട്ട്